ഹലോ ഗായ്സ്, വെൽക്കം ടു കോഡിംഗ് ഡൈനോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്കായിട്ട് ഒരു റിയാക്ട് ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫയൽസ് എന്തൊക്കെയാണ്, അതിലെങ്ങനെ ചേഞ്ചസ് വരുത്താം, ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, റിയാക്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ഡിവൈസിൽ ടെർമിനൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഈ ലിങ്കിൻ്റെ ഭാഗത്ത് CMD എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. ഈ കമാൻഡ് പ്രോംപ്റ്റിലും അല്ലെങ്കിൽ ടെർമിനലിലുമാണ് നമ്മൾ റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഞാൻ ടെർമിനലാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് npx പിന്നെ സ്പേസ് ഇട്ടിട്ട് create-react-app ഇത് ബേസിക് ആയിട്ടുള്ള കോഡാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ആപ്പിൻ്റെ പേര് കൊടുക്കാൻ. അത് സ്മോൾ ലെറ്റേഴ്സിൽ തന്നെ കൊടുക്കണം. ഞാൻ ലേണിംഗ് എന്നാണ് ആപ്പിൻ്റെ പേര് കൊടുക്കുന്നത്. സോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എറർ ആവുന്നതാണ്, സോ റൺ ആവില്ല. ഇത് കഴിഞ്ഞിട്ട് ഇത് എൻ്റർ ചെയ്താൽ ആ കോഡ് എക്സിക്യൂട്ട് ആവും. ഈ npx create-react-app വർക്ക് ആവണമെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൽ Node.js വേണം. Node.js ഇല്ലെങ്കിൽ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് Node.js എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ. ഫസ്റ്റ് വരുന്നത് അതിൻ്റെ ലിങ്ക് തന്നെ ആയിരിക്കും. അതിനകത്ത് കയറി ഇൻസ്റ്റാൾ ചെയ്യുക. ഡൗൺലോഡിൽ പോയിട്ട് നിങ്ങളുടെ ഡിവൈസ് ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ലേറ്റസ്റ്റ് വെർഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയാക്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ നിങ്ങളുടെ ഡിവൈസിൽ വർക്കാവും. സോ ഇത് ക്രിയേറ്റ് ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കുറച്ച് സ്ക്രിപ്റ്റുകൾ കാണാൻ പറ്റും ഇവിടെ. npm start run build എന്നെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മളുടെ റിയാക്ട് തന്നെ തരുന്ന സ്ക്രിപ്റ്റുകളാണ്, നമ്മുടെ ആപ്പ് റൺ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട്. സോ ഇത് ചെയ്യേണ്ടത് ആ ആപ്പിനകത്തോട്ട് പോയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ആപ്പിൻ്റെ പുറത്താണുള്ളത്. ഇവിടെ അത് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എറർ കാണിക്കും, കണ്ടോ, നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. സോ നമ്മളുടെ ആപ്പിനകത്തോട്ട് പോവുക. അതിനകത്ത് CD എന്ന് ടൈപ്പ് ചെയ്ത് ആപ്പിൻ്റെ പേര് കൊടുത്ത് അതിനകത്തോട്ട് പോയിട്ട് അവിടെ npm start എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സ്ക്രിപ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ ആപ്പ് റൺ ആവുകയാണ്. ഇപ്പോൾ ആപ്പ് റൺ ആവുന്നത് ലോക്കൽ ഹോസ്റ്റ് പോർട്ട് 3000-ലാണ്. റിയാക്റ്റിൻ്റെ ബേസിക് ആയിട്ട് എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറഞ്ഞുതരാം. സോ ബേസിക് ആയിട്ടുള്ളൊരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എഡിറ്റ് source/app.js, പിന്നെ ഈ ഒരു കറങ്ങുന്ന ലോഗോ, ഇത് ബേസിക് ആയിട്ട് റിയാക്റ്റിൻ്റെ ഒരു ടെംപ്ലേറ്റാണ്. ഇതെല്ലാം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് നോക്കി നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ റണ്ണിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. Ctrl+C എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവും. ഇനി നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യണം. ഞാൻ VS കോഡ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. സോ അതിനായിട്ട് നമ്മൾ ഈ ഫോൾഡറിനകത്ത് തന്നെയാണ് നമ്മൾ ടെർമിനൽ എടുക്കുന്നത്. കണ്ടില്ലേ, ലേണിംഗ് എന്ന് എടുക്കുന്നത്. ഇതിനകത്ത് കോഡ് എന്ന് ടൈപ്പ് ചെയ്യുക, എന്ന് ഡോട്ട് എന്ന് കൊടുക്കുക. ഈ ഡോട്ട് കാണിക്കുന്നത് കറണ്ട് ഫോൾഡറിനകത്ത് VS കോഡ് ഓപ്പൺ ചെയ്യണം എന്നുള്ള കമാൻഡാണത്. അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ അടിച്ച് VS കോഡ് ഓപ്പൺ ചെയ്യുന്ന സെയിം തന്നെയാണ് ഇവിടെ. നിങ്ങൾക്കത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. സോ നമ്മളുടെ VS കോഡ് കറണ്ട് ഫോൾഡറിൽ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഫയൽസ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഫോൾഡറും മേലെ കാണാൻ പറ്റും, ലേണിംഗ്. ഇതിനകത്ത് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുകയാണ്. മേലെ ന്യൂ ടെർമിനൽ കൊടുക്കുക, അല്ലെങ്കിൽ ബാക്ക് ടിക്ക് എന്ന് പറയുന്നത് എസ്കേപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ബട്ടനാണ്. കഴിഞ്ഞാൽ നമ്മളുടെ ടെർമിനൽ ഓപ്പണായി. ഇവിടെ npm start എന്ന് നേരത്തെ നമ്മൾ കൊടുത്ത അതേ കമാൻഡ് അത് റൺ ആയിട്ടുണ്ട്. സോ നമ്മുടെ ആപ്പ് ഇപ്പോൾ കറൻ്റ്ലി ടെർമിനലിൽ റൺ ആവുന്നുണ്ട്, നമ്മുടെ VS കോഡിൻ്റെ ടെർമിനലിൽ. ഇനി നമുക്കിതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് സോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് app.js അതല്ലേ നമ്മൾ എല്ലാം കാണിക്കുന്നത്. യെസ്, അതിനകത്ത് ഈ കാണിക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഇതിനകത്ത് ഒരു സൈഡ് മാത്രം നമുക്കൊന്ന് കളഞ്ഞിട്ട് സേവ് ചെയ്ത് നോക്കാം. ഈ ഭാഗം ഞാനൊന്ന് കളഞ്ഞിട്ട് സേവ് ചെയ്യാണ്. അത് ലോഡാവുന്നുണ്ട്, ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിമൂവ് ചെയ്ത് വേറെ ടെസ്റ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ അതിവിടെ ചേഞ്ചായി. സോ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സംഭവം എല്ലാം നമുക്ക് കളഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ ഫസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കളയാം, എന്നിട്ട് സേവ് ചെയ്ത് നോക്കാം. എല്ലാം പോയി. സോ അതൊരു ഫ്രഷ് ബ്ലാങ്ക് പേജാണ്. ഈ ക്ലാസ് നെയിം മാത്രം ഞാനിവിടെ വെക്കുകയാണ്. അതെന്തിനാന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. നേരത്തെ ലോഗോ നമ്മൾക്ക് ആവശ്യമില്ലല്ലേ,
ആ ലോഗോ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് വെബ് വൈറ്റൽസ് ഇത് നമുക്ക് വേണ്ട. പിന്നെ സെറ്റപ്പ് ടെസ്റ്റ് ഇതും വേണ്ട. പിന്നെ index.css ഇതും വേണ്ട. app.test ഇതും വേണ്ട. സോ ഇതെല്ലാം നമ്മൾ കളഞ്ഞപ്പോൾ കുറച്ച് എറേഴ്സ് താഴെ വരുന്നുണ്ടല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കളഞ്ഞ ഫയൽസിനെല്ലാം നമ്മൾ ഓൾറെഡി എവിടെയൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ app.jsനകത്ത് കണ്ടില്ലേ ലോഗോനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് നമുക്ക് കളഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഗോൻ്റെ എറർ ഫിക്സ് ആയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ ഇല്ലാത്ത ഫയൽസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് കളയണം. സോ ഇൻഡെക്സിനകത്ത് CSS ഫയൽ നമ്മൾ കളഞ്ഞു, സോ അത് റിമൂവ് ചെയ്യാം. അതുപോലെ റിപ്പോർട്ട് വെബ് വൈറ്റൽസ് അത് റിമൂവ് ചെയ്യാം. അതുപോലെ ഇത് കോൾ ചെയ്യുന്ന അതായത് നമ്മൾ കളഞ്ഞിട്ടുള്ള ഫയൽസ് എല്ലാം എവിടെയൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് കളയാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ എറേഴ്സ് എല്ലാം ഫിക്സായി നമ്മളുടെ ആപ്പ് കറക്റ്റായിട്ട് റൺ ആവുന്നുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊരു ചേഞ്ചസ് നമ്മുടെ app.jsനകത്ത് വരുത്തി നോക്കണം അല്ലേ. അതിനു മുമ്പ് നമുക്ക് CSS ഫയലും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം. app.css എന്ന് പറയുന്ന ഇതൊക്കെയാണ് നേരത്തെ നമ്മുടെ ആപ്പ് ലോഗോ തിരിക്കാനൊക്കെ നമ്മളെ സഹായിച്ച കുറേ ഫങ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം, നമുക്കിപ്പോൾ ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം ഞാൻ കളയാണ്. ഈ ഒരു ഫംഗ്ഷൻ മാത്രം വെച്ചുകൊണ്ട്, അതായത് ഈ ക്ലാസ് ആപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ മാത്രം വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞിരിക്കുകയാണ്. ഇതെന്തിനാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു H2 ടാഗ് കൊടുത്തിട്ട് ഞാൻ മൈ ആപ്പ് എന്ന് കൊടുക്കുകയാണ്. കണ്ടില്ലേ, അത് സെൻട്രലാണ് വന്നിരിക്കുന്നത്. അത് ഈ സെൻട്രൽ വരാൻ കാരണം ഈ ക്ലാസ് നെയിമാണ്. ഇത് റിമൂവ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയി. സോ നമ്മളുടെ ആപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലിംഗ് പ്രോപ്പർട്ടി app.cssനകത്തുണ്ട്. അതാണ് നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റിനെ സെൻട്രലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ആപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ആവശ്യമുള്ള ഫയൽസും ഫോൾഡേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി കമ്പോണൻറ്റ് സ്ട്രക്ചേഴ്സും യൂസ് എഫക്റ്റ് യൂസ് സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.